എറണാകുളം നെട്ടൂരിൽ കണ്ടെയ്നർ ലോറിയുമായി രാജസ്ഥാൻ സംഘം പിടിയിലായിരിക്കുന്നു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് സംഘം കാർ മോഷ്ടിച്ചിരുന്നു. കാർ മോഷണ വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് പുലർച്ചെ 3 അംഗ സംഘത്തെ പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മൂന്നാമത്തെയാളെയും പോലീസ് സാഹസികമായി പിടികൂടി. മോഷ്ടിച്ച കാർ ATM കൊള്ളയ്ക്ക് ഉപയോഗിക്കാനാണ് സംഘം പദ്ധതിയിട്ടിരുന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം ഇവർ മോഷ്ടിച്ച കാർ തമിഴ്നാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ആ ലോറിയിലുള്ള ആൾക്കാർ ഒരു കാർ മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ ചെക്കിംഗ് നടത്തിയപ്പോഴത്തേക്ക് വാഹനം കാണുകയും അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു കാറിൻ്റെ ഒരു കൺഫെഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. നമ്മൾ കേസ് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ്. അവർ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ പേരിലൊരു കേസുണ്ട്. നമ്മളിപ്പോൾ കോടതി ഹാജരാക്കുന്നുണ്ട്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമിഴ്നാട് പോലീസ് ബാക്കി നടപടികൾ അവർ കോടതി വഴി ചെയ്തു. ഗ്യാസ് കട്ടറൊക്കെ കണ്ടെത്തിയല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? റോബറിക്ക് തന്നെ വന്നതാണോ, അങ്ങനെയാണോ? അല്ല, അവരുടെ വാഹനത്തിൽ അങ്ങനെ ഒരു ഗ്യാസ് കട്ടറോ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിൻ്റെ നടപടി ഉണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, പോലീസിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് തമിഴ്നാട് പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വാഹന പരിശോധന. ആ വാഹന പരിശോധനയിൽ പിടികൂടിയ ഒരാൾ ചാടിപ്പോകുന്നു, വീണ്ടും സാഹസികമായി പിടികൂടുന്നു. നിലവിൽ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ വലിയ മോഷ്ടാക്കളോ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിന്റെ ഒരു വലിയ കണ്ണിയോ ഒക്കെ ആയിരിക്കാം ഇത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുമല്ലേ? അഭിലാഷ്, ഒരു സിനിമ കഥയെ വെല്ലുന്ന തരത്തിലെ കുറച്ച് സംഭവ വികാസങ്ങളായിരുന്നു ഈ പനങ്ങാട് സ്റ്റേഷനിൽ സംഭവിച്ചത്. ഇന്നലെ രാവിലെയാണ് തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്നും ഒരു കാർ മോഷണം പോയി എന്ന വിവരം ലഭിക്കുന്നത്. പിന്നീട് തമിഴ്നാട് പോലീസ് നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളിലെല്ലാം ഒരു കണ്ടെയ്നർ ലോറിയിൽ വന്ന ആളുകളാണ് ഈ കാറ് മോഷ്ടിച്ച് കടന്നു കളയുന്ന വിവരം ലഭിക്കുന്നത്. ഈ ലോറി പിന്നീട് കേരളത്തിലേക്കാണ് എത്തിയതെന്നൊരു വിവരം കൂടി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം ലഭിക്കുന്നു. അങ്ങനെ നെട്ടൂർ പോലീസിന്റെ പെട്രോളിംഗ് ഇന്നലെ രാത്രിയോടെ ശക്തമായി നടക്കുന്നതിനിടയിലാണ് പുലർച്ചെ 1 മണിയോടെ ഈ സംഭവത്തിന് സമാനമായിട്ടുള്ള ഒരു കണ്ടെയ്നർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പോലീസ് സംഘം ഈ കണ്ടെയ്നർ നിർത്തി പരിശോധിക്കുന്നു. എൻ്റെ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് ഇതാണ് ആ കണ്ടെയ്നർ. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഒരു കണ്ടെയ്നറാണ്. ഇതിൽ പോലീസിന്റെ പരിശോധന നടത്തുന്നു. ഈ കണ്ടെയ്നറിനുള്ളിൽ AC ആണെന്ന് കാണുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇതിലൊരു ഗ്യാസ് കട്ടർ കണ്ടെത്തിയത്. ഇവിടെയാണ് പോലീസിന് സംശയം തോന്നുന്നത്. എന്തിനാണ് കണ്ടെയ്നർ ലോറി, അത് AC-യുമായി വന്നതാണ്, നെട്ടൂരിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിലേക്കുള്ള AC ആണ്, അതിലെന്തിനാണ് ഈ ഗ്യാസ് കട്ടർ ഉള്ളത് എന്നൊരു സംശയമാണ് പോലീസിന് പിന്നീടുണ്ടായത്. ഈ 3 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവിടെ വിശദമായി ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഹരിയാന സ്വദേശികളായ നാജിർ അഹമ്മദ്, സഹീദ്, ഒപ്പം തന്നെ രാജസ്ഥാൻ സ്വദേശിയായ സൈക്കിൾ, ഇവരെ 3 പേരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ സമയത്ത് രാജസ്ഥാൻ സ്വദേശിയായ സൈക്കിൾ പറയുന്നു തനിക്ക് ശുചിമുറിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന്. പോലീസ് ശുചിമുറി കാണിച്ചു കൊടുക്കുന്നു. ഈ പ്രതി ശുചിമുറിയിലേക്ക് കടന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന ശുചിമുറിയുടെ ജനൽ പാളി, അത് ഗ്രില്ല് പൊളിച്ച് പുറത്തേക്ക് ചാടുന്ന സാഹചര്യമായിരുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം. രാവിലെ ഈ പ്രതി ചാടിപ്പോകുന്നതിൽ പോലീസ് പുറകെ പോകുന്നുവെങ്കിലും പിന്നീട് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ. നമ്മൾ മാധ്യമ സംഘം ഇവിടെ എത്തുമ്പോൾ പോലീസ് വലിയ തിരച്ചിലായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ്. ഈ ഗ്രില്ല് പൊളിച്ചാണ് രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള പ്രതി സൈക്കിൾ ചാടിപ്പോയത്. പിന്നീട് ഇതിൻ്റെ സമീപത്ത് പ്രദേശങ്ങളിലെല്ലാം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ എല്ലാം പോലീസിന്റെ പരിശോധനയൊക്കെ ശക്തമായിരുന്നു. ആ സമയത്താണ് ദൃക്സാക്ഷികളായിട്ടുള്ള ചിലർ, നാട്ടുകാരായിട്ടുള്ള ചിലർ പറഞ്ഞത് ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു കുഫോസിന്റെ കെട്ടിടത്തിലുള്ളത്, ഒരാളൊഴിഞ്ഞ കെട്ടിടത്തിലുള്ളതെന്നൊരു സംശയം പോലീസിനോട് പറയുന്നു. പോലീസ് ഉടനെ തന്നെ അവിടേക്ക് എത്തുന്നു. സ്ഥലം ഈ പോലീസ് സ്റ്റേഷൻ പരിസരം മുഴുവനും എന്തായാലും പോലീസിന്റെ വലയിലായിരുന്നു. പ്രതി എന്ന്
സംശയിക്കുന്ന ആൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു. പോലീസ് സംഘം അവിടേക്ക് എത്തുന്നു. അതിസാഹസികമായാണ് പനങ്ങാട് പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. പ്രതി ഈ കെട്ടിടത്തിൽ നിന്നും അടുത്തുള്ള കുളത്തിലേക്ക് ചാടുന്നു. പോലീസ് കുളത്തിൽ ചാടി പ്രതിയെ പിടിച്ച് പിന്നീട് വീണ്ടും ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നു. പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തുന്നു. തമിഴ്നാട്ടിൽ നിന്നും കൃഷ്ണഗിരിയിൽ നിന്നും മോഷ്ടിച്ച കാർ അത് തങ്ങൾ തന്നെയാണ് മോഷ്ടിച്ചത്. ആ കാർ തമിഴ്നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചു എന്ന വിവരം കൂടി പോലീസിന് നൽകുന്നു. പോലീസ് വേഗം തന്നെ തമിഴ്നാട് പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ആ കാർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒന്ന്, കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി, പൊതുമുതൽ നശിപ്പിച്ചു, ഈ പോലീസ് സ്റ്റേഷന്റെ ഈ ഗ്രില്ല് അടക്കം നശിപ്പിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കണ്ടെയ്നറിൽ ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിന്റെ ആവശ്യമില്ല, അതിനും കൂടിയാണ് ഇപ്പോൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹാജരാക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മോഷണം നടത്തുന്നത് ഈ ഹരിയാന കേന്ദ്രീകരിച്ചുള്ള ഒരു ഗ്യാങ്, ഒരു സംഘമാണ് ഇത്തരത്തിലൊരു ഈ രീതിയിലുള്ള മോഷണം നടത്തുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. നമുക്കറിയാം, ഈ തൃശ്ശൂരിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് തൃശ്ശൂരിലും സമാനമായ രീതിയിൽ ഒരു ATM മോഷണം ഉണ്ടാകുകയും പിന്നീട് പ്രതികൾ രക്ഷപ്പെട്ടത് ഈ കണ്ടെയ്നർ ലോറിയിൽ കയറിയാണ്. ആ രീതിയിലുള്ളൊരു മോഷണം തന്നെയാണോ ഇവർ ആസൂത്രണം ചെയ്തതെന്നൊരു സംശയത്തിലാണ് പോലീസ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ATM മോഷ്ടിക്കാനായിരുന്നോ ഇവരുടെ ശ്രമം എന്നുകൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെ വണ്ടിയിലുണ്ടായിരുന്ന AC, അതിൻ്റെ പേപ്പറും ബാക്കി രജിസ്ട്രേഷനും എല്ലാം പോലീസ് പരിശോധിച്ചപ്പോൾ അതെല്ലാം കൃത്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വ്യാജമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഈ AC കണ്ടെയ്നർ ഇവിടെ ഷോറൂമിൽ നൽകിയതിന് ശേഷമായിരിക്കുമോ ഇവർ ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയത്. അതാണോ പോലീസ് തടഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഒപ്പം ഈ 3 പ്രതികൾക്കും നവമി സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ അറസ്റ്റ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതേസമയം നമുക്കറിയാമല്ലോ, ഇത്തരം മോഷ്ടാക്കളൊക്കെ പലപ്പോഴും കേരളത്തിലേക്ക് എത്തുകയും കേരളത്തെ ലക്ഷ്യം വെക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിൽ തന്നെ ഈ ഗ്യാസ് കട്ടർ പോലെയുള്ള സാധനങ്ങൾ ഈ ലോറിക്കകത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങളൊന്നും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം വിശദീകരിക്കുന്നുമില്ല. ഈ മോഷണ ശ്രമം ഒരുപക്ഷെ കേരളത്തിൽ മോഷണത്തിനുള്ള ശ്രമങ്ങൾ നടക്കാം, അങ്ങനെയുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നുണ്ടോ? ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികൾ എന്നാണല്ലോ പോലീസ് പറയുന്നത്. അതെ അഭിലാഷ്, ഈ കണ്ടെയ്നറിൽ കാർ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക്, മോഷ്ടിച്ച കാർ കയറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്ന് അത് ATMലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു മോഷണം നടത്തി പിന്നീട് ഈ കാറിൽ രക്ഷപ്പെടാനാണ് സാധാരണ ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ ശ്രമിക്കുന്നത്. ഈ ഹരിയാനയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേവത് സംഘമുണ്ട്. അവർ ഈ സമാനമായ രീതിയിലാണ് മോഷണം നടത്തുന്നത്. അത് ആ സംഘത്തിൽപ്പെട്ടവരാണോ ഇവർ, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മോഷണമാണോ ഇവർ നടത്താൻ ശ്രമിച്ചതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതെന്തായാലും പ്രതികളിൽ നിന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ എന്തായാലും ഒരു മോഷണം നടക്കാത്തൊരു സാഹചര്യത്തിൽ, ഈ മോഷ്ടിച്ച കാർ പോലും തമിഴ്നാട്ടിൽ തന്നെയാണ് ഉപേക്ഷിച്ചത്. ആ കേസ് രജിസ്റ്റർ ചെയ്തത് പോലും തമിഴ്നാട്ടിലായതുകൊണ്ട് കേരള പോലീസിനെ സംബന്ധിച്ച്, പനങ്ങാട് പോലീസിനെ സംബന്ധിച്ച് അതിലൊരു തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ പോലീസിന് അറിയേണ്ടത് എന്തിനാണ് ഇതിലൊരു ഗ്യാസ് കട്ടർ ഉണ്ടായിരുന്നത്, എന്ത് ആവശ്യത്തിനാണ് ഈ കണ്ടെയ്നറിൽ ഗ്യാസ് കട്ടർ കൊണ്ടുവന്നത്, ഒപ്പം പോലീസ് സ്റ്റേഷനിലെ ഈ പൊതുമുതൽ നശിപ്പിച്ചതിനും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയത്. ഇന്നീ 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി കസ്റ്റഡിയിലടക്കം ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയും കുറവാണ്. പകരം ഇത് തമിഴ്നാട് പോലീസിന് പ്രതികളെ കൈമാറാനാണ് സാധ്യത. എന്തായാലും ചിലപ്പോൾ വലിയൊരു കൊള്ളയാണോ, ATM കൊള്ളയാണോ ഇവർ നടത്താൻ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എങ്കിൽ പോലും പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് അങ്ങനെ ഒരു സാധ്യതയിൽ നിന്നും ഈ പ്രതികളെ പിടികൂടുവാനും പെട്ടെന്ന് തന്നെ തുടർ നടപടികളിലേക്ക് ഈ മോഷ്ടിച്ച കാർ ഉൾപ്പെടെ കണ്ടെത്തുവാനും ഒക്കെ കഴിഞ്ഞത് കേരള പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ. തീർച്ചയായും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ നടത്തിയത്. പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാർ അല്ലെങ്കിൽ തമിഴ്നാട് പോലീസ് ആണ് ഇത്തരത്തിലൊരു സൂചന, അതായത് കേരളത്തിലേക്ക് ഒരു കണ്ടെയ്നറുമായി ഒരു സംഘം കടന്നിട്ടുണ്ട്, അവരെ പിടികൂടാൻ ഉള്ള സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞത്. അത് കൃത്യമായി പോലീസ് നിർവഹിക്കുന്നു. മാത്രവുമല്ല, നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിനിമാ സ്റ്റൈലിലുള്ള രക്ഷപ്പെടൽ ശ്രമവും ഒക്കെ നടത്തിയെങ്കിലും അതും കേരള പോലീസ് പൊളിച്ചു കളഞ്ഞു എന്നതാണ് നവമിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്. നമുക്ക്